ഇറാൻ സംഘർഷം അയവില്ലാതെ തന്നെ തുടരുകയാണ്. ലബനന് നേരെയും ആക്രമണം കടുപ്പിക്കുകയാണ് ഇസ്രായേൽ അതിർത്തി ഗ്രാമങ്ങളിൽ നിന്ന് ഉടൻ പിന്മാറണമെന്ന് ഇസ്രായേലികളോട് ഹിസ്ബുല്ല മുന്നറിയിപ്പ് നൽകി. BK സുഹൈൽ ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്ന് വിവരങ്ങൾ നൽകും. സുഹൈൽ, ഏറ്റവും പ്രധാനമായി കൊണ്ടുള്ളത് സംഘർഷത്തിന് ഇപ്പോഴും അയവില്ല എന്നുള്ളതാണ്. ഇസ്രായേലും അമേരിക്കയും ഇറാനിലേക്കും ഒപ്പം തന്നെ ലബനനിലേക്കും വലിയ തരത്തിലുള്ള ആക്രമണം, അതുപോലെ തന്നെ ഇറാന്റെ ഒരു പ്രത്യാക്രമണം വിവിധ ഗൾഫ് രാജ്യങ്ങളിലേക്ക് നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ ഹിസ്ബുല്ല കൂടി ഈ ഒരു ഘട്ടത്തിൽ വലിയ ആക്രമണത്തിന് തയ്യാറെടുക്കുമെന്നുള്ള മുന്നറിയിപ്പാണോ ഇസ്രായേലി പൗരന്മാരോട് ഇപ്പോൾ അതിർത്തിയിൽ നിന്നൊക്കെ പിന്മാറാനുള്ള ആവശ്യത്തിന്റെ ഭാഗമായി നമ്മൾ കാണേണ്ടത്? ആ മേഖലയിലും സംഘർഷം കനക്കുകയാണോ? ജെർസി, തീർച്ചയായും ഇപ്പോൾ അരമണിക്കൂർ മുമ്പാണ് തെഹ്റാന് നേരെ കനത്ത ആക്രമണം ഇപ്പോൾ ഇസ്രായേലും അമേരിക്കയും ചേർന്ന് നടത്തിയിട്ടുള്ളത്. യുദ്ധവിമാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ടും ബോംബുകൾ ഇട്ടുകൊണ്ടുമാണ് തെഹ്റാൻ അതേപോലെ തന്നെ അടക്കമുള്ള വിവിധ മേഖലകളിലേക്ക് ആക്രമണം നടത്തിയത് എന്ന് പറയുന്നു. അതോടൊപ്പം അമേരിക്കയുടെ ഒരു അവകാശവാദം അവരുടെ മിസൈൽ കേന്ദ്രങ്ങൾക്ക് നേരെയും അതേപോലെ തന്നെ ഡ്രോണുകൾ തൊടുത്തുവിടുന്ന ലോഞ്ചിങ് പാഡിന് നേരെയും ആക്രമണം നടത്തിയെന്ന് അമേരിക്കയും പറയുന്നു. ഈ ഘട്ടത്തിൽ അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെയും പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യം എന്ന് പറയുന്നത് അവരുടെ മിസൈൽ കേന്ദ്രങ്ങളാണ്. ഈ മിസൈലുകൾ ഉപയോഗിച്ചുകൊണ്ടാണ് ഇസ്രായേലിന് നേരെയും അതേപോലെ തന്നെ ഗൾഫ് മേഖലകളിലേക്കും ഇറാൻ അടിക്കുന്നത്. ആ കേന്ദ്രങ്ങൾ തകർക്കും എന്ന് ഈ യുദ്ധത്തിൽ അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെയും പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങളിലൊന്നാണ്. അവിടേക്ക് കൂടുതൽ ആക്രമണങ്ങൾ വ്യാപിപ്പിക്കുന്ന കാഴ്ചയാണ് ഇപ്പോൾ അരമണിക്കൂർ മുമ്പും സെൻകോം അടക്കം നൽകിയ അവരുടെ വാർത്താക്കുറിപ്പിൽ പറയുന്നത്. കടലിലടക്കം സ്ഥാപിച്ചിട്ടുള്ള അവരുടെ ലോഞ്ചിങ് പാഡുകളുണ്ട്. ഡ്രോണുകൾ ഉപയോഗിക്കാൻ വേണ്ടി അവർ ഉണ്ടാക്കിയിട്ടുള്ള കപ്പൽ ലോഞ്ചുകളുണ്ട്. അവിടെയാണ് ഇപ്പോൾ ആക്രമണം നടത്തിയതെന്ന് US പറയുന്നു. അപ്പോൾ രണ്ട് മേഖലകളിലായി അമേരിക്കയും ഇസ്രായേലും വീതിച്ചെടുക്കുകയാണ് ഇറാൻ്റെ ചില ലക്ഷ്യങ്ങൾ. അവിടേക്ക് കൃത്യമായി തന്നെ ടാർഗറ്റ് അറ്റാക്ക് നടത്തുന്നു എന്നൊക്കെയാണ് ഇസ്രായേലും അമേരിക്കയും പറയുന്നതെങ്കിലും കൊല്ലപ്പെടുന്നവരുടെ എണ്ണം നോക്കുകയാണെങ്കിൽ അത് കൂടുതലും സാധാരണക്കാരാണ്, കുട്ടികളും അതേപോലെ തന്നെ സ്ത്രീകളുമാണ് എന്നുള്ളതാണ്. മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം ഹിസ്ബുള്ളയ്ക്ക് നേരെ എന്ന് പറഞ്ഞ് ലബനാന് നേരെ ഇസ്രായേൽ നടത്തുന്ന അതിക്രമങ്ങളാണ്. അവിടെയും വലിയ തോതിൽ ആളുകൾ കൊല്ലപ്പെടുന്നുണ്ട്. ഇപ്പോൾ അതിനൊരു വലിയ തിരിച്ചടി നൽകും എന്ന് ഹിസ്ബുള്ള പറയുകയാണ്. ഇപ്പോൾ ഇസ്രായേൽ ലബനാനിലെ വിവിധ ഗ്രാമങ്ങളിൽ നിന്നും നഗരങ്ങളിൽ നിന്നും ആളുകൾ ഒഴിഞ്ഞു പോകണമെന്ന ഭീഷണി മുഴക്കുമ്പോൾ തിരിച്ചൊരു ഭീഷണി മുഴക്കുകയാണ് ഹിസ്ബുള്ള. ലബനാൻ അതിർത്തിയോട് ചേർന്ന് നിൽക്കുന്ന ഇസ്രായേൽ ഗ്രാമങ്ങൾ, അവിടെ നിന്നുള്ള ആളുകളെല്ലാം ഒഴിഞ്ഞു പോകണം എന്നാണ് ഹിസ്ബുള്ള പറയുന്നത്. ഞങ്ങൾ ആ മേഖലയിലേക്ക് വലിയൊരു അറ്റാക്കിന് ഒരുങ്ങുകയാണ് എന്നും ഹിസ്ബുള്ള പറയുന്നു. അപ്പോൾ സംഘർഷം അതിൻ്റെ മൂർധന്യതയിലേക്ക് പോകുന്ന കാഴ്ച നമ്മൾ കാണുന്നു. വിവിധ ഇടങ്ങളിൽ നിന്ന് ഇപ്പോൾ ഇറാഖിലെയൊക്കെ കുർദുകളെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അവിടെ ഒരു ഗ്രൗണ്ട് ഇൻവേഷന് തന്നെ, ഒരു കരയുദ്ധത്തിന് തന്നെ അമേരിക്ക ഒരുങ്ങുന്നു എന്ന വാർത്തകൾ വരുമ്പോഴാണ് ഇറാഖിലെ സർക്കാർ കൂടുതൽ അമേരിക്കയുമായി ഒരു സംഘർഷത്തിലേക്ക് പോകുന്ന ഒരു സൂചനയും ഇപ്പോൾ നൽകുന്നുണ്ട്. കാരണം അവിടെയുള്ള കുർദുകളെ ഉപയോഗപ്പെടുത്തരുത്, അവരെ ഇറാനെതിരായിട്ടുള്ള ഒരു യുദ്ധത്തിന് ഉപയോഗപ്പെടുത്തരുത് എന്ന് ഇപ്പോൾ ഇറാഖ് പറയുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ കുർദുകളുടെ വിവിധ വിഭാഗങ്ങളുണ്ട്, അവരുമായിട്ടെല്ലാം ഡൊണാൾഡ് ട്രംപ് സംസാരിച്ചു എന്ന വാർത്ത പുറത്തു വന്നിരുന്നു. അതിന് പിന്നാലെ അവരെ എങ്ങനെ അനുനയിപ്പിക്കാം എന്ന നീക്കങ്ങൾ പല ഭാഗത്തു നിന്നും നടക്കുന്നുണ്ട്. കാരണം അത്തരമൊരു യുദ്ധത്തിലേക്ക് പോയി കഴിഞ്ഞാൽ കുർദുകളുടെ ഇപ്പോഴുള്ള സുരക്ഷയും സംരക്ഷണവും പോലും ഇല്ലാതെയാകും. അവരെ ഉപേക്ഷിച്ചുകൊണ്ട് അമേരിക്ക അവരുടെ ആവശ്യം കഴിഞ്ഞാൽ അവരെ ഇട്ടുപോകും എന്നൊക്കെയുള്ള ഒരു സൂചനകൾ ഇപ്പോൾ കുർദ് വംശജർക്ക് നൽകിയിട്ടുണ്ട്. അപ്പോൾ അത് തന്നെ കുർദിലെ എല്ലാ വിഭാഗം ആളുകൾ ഇപ്പോൾ ഒറ്റക്കെട്ടായിട്ടല്ല നിൽക്കുന്നത്. ഒരു ഗ്രൗണ്ട് ഇൻവേഷന് ഈ ഭാഗത്ത് നിന്ന് വടക്കൻ ഇറാൻ്റെ ഭാഗത്ത് നിന്ന് ഇങ്ങോട്ട് വരിക എന്നൊക്കെയുള്ളത്. നമുക്ക് ഇറാൻ്റെ ഒരു പശ്ചാത്തലം എടുത്ത് നോക്കിയാൽ തന്നെ മനസ്സിലാക്കാൻ സാധിക്കും, അമേരിക്കയുടെ സേന മാത്രം ഇറങ്ങിക്കൊണ്ട് അവിടെ വിജയിക്കാൻ അവർക്ക് സാധിക്കില്ല എന്ന ഉറച്ച ബോധ്യം അവർക്കുണ്ട്. IRGC വിവിധ ഇടങ്ങളിൽ ഉണ്ടാക്കിയിട്ടുള്ള ഒളിപ്പോരാളികളും അതേപോലെ തന്നെ ഗറില്ല യോദ്ധാക്കളുമെല്ലാം വിവിധ ഭാഗങ്ങളിലാണ് നിലനിൽക്കുന്നത്. ഏതെങ്കിലും ഒരു സ്ഥലത്ത് കേന്ദ്രീകരിച്ച് നിൽക്കുകയല്ല. IRGC വിവിധ ഇടങ്ങളിൽ അവർ നിയോഗിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ചും ഇറാൻ്റെ ഒരു ഭൂപ്രകൃതി എടുത്തു നോക്കുകയാണെങ്കിൽ ഇറാഖിനെ പോലെയോ അല്ലെങ്കിൽ അമേരിക്ക നേരത്തെ യുദ്ധം ചെയ്ത ചില പ്രദേശങ്ങളെ പോലെയോ ഒന്നുമല്ല. വളരെ കൃത്യമായി തന്നെ കയറ്റിറക്കങ്ങളുള്ള വലിയ മലനിരകളുള്ള, ഇറാനെ തന്നെ ചുറ്റുമൊരു മലനിരകളെ കൊണ്ട് സംരക്ഷിച്ചു നിർത്തിയ ഒരു കോട്ട പോലെ നിൽക്കുന്ന ഒരു പ്രദേശമാണ് ഇറാൻ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ പലപ്പോഴും ചരിത്രത്തിലെടുത്ത് നോക്കിയാൽ ഇറാൻ്റെ ഉള്ളിലേക്ക് അതിക്രമിച്ച് കയറാൻ വന്നിട്ടുള്ള എല്ലാ സേനകളും പിന്മാറുന്നതും തോറ്റുപോകുന്നതുമൊക്കെ ആ ഭൂപ്രകൃതി കൊണ്ട് കൂടിയാണ്. ആ ഇടങ്ങളിലെല്ലാം തന്നെ ഭൂഗർഭ സിറ്റികൾ ഉണ്ടാക്കിക്കൊണ്ട് അതിന് മുകളിൽ കരസേന സഞ്ചരിക്കുകയാണെങ്കിൽ വിവിധ ഇടങ്ങളിൽ നിന്ന് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റാവുന്ന റിമോട്ട് കൺട്രോളുകളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ഇറാൻ ഒരുങ്ങിക്കഴിഞ്ഞിട്ടുണ്ട്. വലിയ തരത്തിൽ ഇങ്ങോട്ട് ഈ മേഖല പിടിച്ചെടുക്കാൻ കരമാർഗം വരികയാണെങ്കിൽ അതായിരിക്കും ഇറാനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അവർ താല്പര്യപ്പെടുന്ന ഒരു വിഷയം കൂടി. പക്ഷേ
അവിടെ മാത്രം അത് ഒതുങ്ങില്ല, കരയുദ്ധത്തിലേക്ക് നേരിട്ട് US സേന കടക്കേണ്ടതില്ല എന്നൊക്കെയാണ് അവർ കരുതുന്നത്. അതിന് ചില പ്രോക്സി സംഘടനകളെ ഇറക്കുക എന്ന് അമേരിക്ക കണക്കുകൂട്ടുന്നു. പക്ഷേ അതിനും തടയിടാനുള്ള ശ്രമങ്ങൾ ഇപ്പോൾ നടക്കുന്നുണ്ട്.